ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴം വചനവിചിന്തനത്തിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ഞായറാഴ്ചയോടുകൂടി നാം കൈത്താക്കാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കൈത്താക്കാലം സഭയുടെ വളർച്ചയുടെയും സമൃദ്ധിയുടെയും കാലമാണ്. മൊബാബ് എന്ന അന്യദേശത്ത് പട്ടിണിയും പരീക്ഷണങ്ങളും സഹിച്ച നവോമിയും റൂത്തും കർത്താവ് തൻ്റെ ജനത്തെ കടാക്ഷിച്ച് അവർക്ക് ആഹാരം നൽകി എന്ന വാർത്ത കേട്ട് അവിടെ നിന്നും ബേത്ലഹേമിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നു എന്ന അറിയിപ്പോടെയാണ് ഇന്നത്തെ 1-ാമത്തെ വായന ആരംഭിക്കുന്നത്. കൈത്താക്കാലം സഭയിൽ ആത്മീയ വിളവെടുപ്പിൻ്റെയും വചനമാകുന്ന അപ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലമാണ്. ലൗകികമായ ആഗ്രഹങ്ങളുടെ മൊബാബ് ഉപേക്ഷിച്ച് ദൈവസാന്നിധ്യത്തിൻ്റെ ബേത്ലഹേമിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനമാണ് ഇന്നത്തെ ആദ്യത്തെ വായനയുടെ രത്നച്ചുരുക്കം. ഈ ഉദ്യമത്തിന് നമ്മെ സഹായിക്കാൻ റൂത്തിനെ നമ്മുടെ മുൻപിൽ സഭ മാതൃകയായിട്ട് അവതരിപ്പിക്കുകയാണ്. ബാഹ്യമായ സാഹചര്യങ്ങൾ പൂർണ്ണമായും തകർന്നു കിടക്കുമ്പോഴും തനിക്ക് ലഭിച്ച കൊച്ചു വിശ്വാസത്തെ വിവേകത്തോടെയും ധീരതയോടെയും റൂത്ത് കാത്തു സൂക്ഷിച്ചു എന്നതാണ് അവളുടെ വിജയത്തിൻ്റെ രഹസ്യം. വിശ്വാസം എന്നത് വെറുമൊരു വികാരപ്രകടനമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ആത്മീയ വിവേകമാണ് എന്നതാണ് റൂത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന മാതൃക. ഭർത്താവ് മരിച്ചതിന് ശേഷം അമ്മായിയമ്മയായ നവോമിയുടെ കൂടെ ഇസ്രായേലിലേക്ക് പോയാൽ തനിക്ക് ലഭിക്കാനിടയുള്ളത് ദാരിദ്ര്യവും പ്രവാസിയുടെ ഒറ്റപ്പെടലുമായിരിക്കുമെന്ന് റൂത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഭൗതികമായി ചിന്തിച്ചാൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഓർപ്പ എന്ന സ്ത്രീ അവളെടുത്ത തീരുമാനമായിരുന്നു ബുദ്ധിപരമായ തീരുമാനം, ലോകത്തിൻ്റെ തീരുമാനം. എന്നാൽ റൂത്ത് ചിന്തിച്ചത് ലൗകികമായ ബുദ്ധിയിലല്ല, ദൈവികമായ വിവേകത്തിലാണ്. വിഗ്രഹങ്ങളുടെ ദേശമായ മൊബാബിൽ ജീവിക്കുന്നതിനേക്കാൾ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണെങ്കിലും ജീവനുള്ള ദൈവത്തിൻ്റെ തണലിൽ, അതായത് ബേത്ലഹേമിൽ ജീവിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് അവൾ വിവേകപൂർവ്വം തിരിച്ചറിഞ്ഞു. ആധുനിക ലോകം എളുപ്പവഴികളും താൽക്കാലിക ലാഭങ്ങളും വെച്ച് നീട്ടുമ്പോൾ ദൈവഹിതം ഏതെന്ന് വിവേചിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാൻ റൂത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. റൂത്ത് ഒരു യഹൂദ സ്ത്രീ ആയിരുന്നില്ല, ഒരു അന്യജാതിക്കാരിയായ സ്ത്രീയായിരുന്നു. നവോമിയുടെ കുടുംബത്തിൽ നിന്നുള്ള ചെറിയ അറിവുകൾ മാത്രമായിരിക്കാം ദൈവത്തെക്കുറിച്ച് അവൾക്കുണ്ടായിരുന്നത്. അതായത് അവൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ അളവ് ചെറുതായിരുന്നു. തനിക്ക് ലഭിച്ച ആ ചെറിയ വിശ്വാസത്തിൻ്റെ അളവിനെ അവൾ പൂർണ്ണമായി മുറുകെ പിടിച്ചു. ആ ചെറിയ വിശ്വാസത്തെ അവൾ വിവേകത്തോടെ വലിയൊരു സമർപ്പണമാക്കി മാറ്റി. റൂത്ത് തൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിലും ദൈവത്തെ വിവേകപൂർവ്വം തിരഞ്ഞെടുത്തു. ആ വിവേകപൂർവമായ ചിന്ത അവളെ ഈശോയുടെ വംശാവലിയിലെ വലിയൊരു കണ്ണിയാക്കി മാറ്റുകയാണ്. ബേത്ലഹേമിലെ കതിർ പെറുക്കുന്ന സാധാരണ ദിവസങ്ങളിലേക്ക് വിനയത്തോടെ ഇറങ്ങിയ റൂത്തിൻ്റെ ജീവിതത്തെയാണ് ദൈവം രക്ഷാകര ചരിത്രത്തിലെ ഒരു കണ്ണിയാക്കി മാറ്റിയത്. നമ്മുടെ ചുറ്റും വളരുന്ന മൊബാബിൻ്റെ സംസ്കാരത്തിൽ നിന്നും ബേത്ലഹേമിൻ്റെ സംസ്കാരത്തിലേക്ക് എത്താൻ, രക്ഷാകര ചരിത്രത്തിൻ്റെ കണ്ണിയാകാൻ റൂത്തിൻ്റെ പുസ്തകം നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ 2-ാമത്തെ വായനയായ പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെയും മനുഷ്യനെ അവിടുന്ന് വ്യത്യസ്ത ദൗത്യങ്ങൾക്കായി എങ്ങനെ വേർതിരിച്ചു നിർത്തുന്നു എന്നതിനെക്കുറിച്ചുമുള്ള അതിമനോഹരമായ ദർശനമാണ് നൽകുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 11-12 തിരുവചനങ്ങളിൽ പ്രകാരം പറയുന്നു: കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചു. ലോകം എല്ലാവരെയും ഒരേ അച്ചിലിട്ട് വാർക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം ഓരോരുത്തർക്കും നിശ്ചയിക്കുന്ന വ്യത്യസ്തമായ വഴികളും ദൗത്യങ്ങളും ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. വ്യത്യസ്തതകളെ ഹൃദയപൂർവ്വം സ്വീകരിക്കണം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മെ മെനയുന്ന ദൈവത്തിൻ്റെ വഴികളിൽ നാം നിൽക്കാൻ തയ്യാറാകണം. വ്യത്യസ്ത വഴികളിൽ നടത്തുമ്പോഴും പതറാതെ റൂത്തിനെ പോലെ ദൈവജ്ഞാനത്തിൻ്റെ ചുവടുകൾ വച്ചാൽ നമ്മുടെ വഴികളും അനുഗ്രഹത്തിൻ്റെ വഴികളായി മാറുമെന്ന് ഇന്നത്തെ 2-ാമത്തെ വായന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം പരമാധികാരിയാണ്. അവിടുത്തെ പദ്ധതികൾ വിസ്മയകരമാണ്. അവിടുന്ന് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവും ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കാം. മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്ത് നിരാശപ്പെടുകയോ അഹങ്കരിക്കുകയോ ചെയ്യാതെ റൂത്തിനെ പോലെ ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴടങ്ങി വിവേകത്തോടെ ചുവടുകൾ വയ്ക്കുക. അപ്പോൾ കളിമണ്ണായ നമ്മെയും അവിടുന്ന് അവിടുത്തെ മഹത്വത്തിനായി മനോഹരമായി മെനഞ്ഞെടുക്കും. ഈ വലിയ സത്യമാണ്
ഇന്നത്തെ ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. ഈ ലോകം നൽകുന്ന പ്രലോഭനങ്ങളുടെ വഴികളെ മാറ്റി നിർത്തി ദൈവം നൽകുന്ന വിവേകത്തിൻ്റെ വഴികളെ തിരഞ്ഞെടുക്കുവാനുള്ള ക്ഷണമായിരുന്നു ഇന്നത്തെ ആദ്യത്തെ 3 വായനകളുടെയും പ്രതിപാദന വിഷയം. ആധുനിക ലോകത്തിൻ്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ നമ്മുടെ മുൻഗണനകൾ കൃത്യമാക്കാൻ ശക്തമായ ഓർമ്മപ്പെടുത്തലും താക്കീതുമാണ് ഇന്നത്തെ സുവിശേഷം. അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീ പരസ്യമായി, അതും പുരുഷന്മാർക്കിടയിൽ, ഒരു റബ്ബിയുടെ തൊട്ടടുത്ത് വചനം കേട്ടിരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. സ്ത്രീകൾക്ക് ന്യായപ്രമാണം പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് കത്തിച്ചു കളയുന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ചില റബ്ബിമാർ പോലും അക്കാലത്തുണ്ടായിരുന്നു. ഒരു റബ്ബിയുടെ കാൽക്കൽ ഇരുന്ന് നിയമം പഠിക്കുക എന്നത് പുരുഷന്മാർക്ക് മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന കാര്യമായിരുന്നു. ഇവിടെയാണ് മറിയത്തിൻ്റെ ധീരത. തനിക്ക് ചുറ്റും സമൂഹം പണിതുയർത്തിയ അദൃശ്യമായ തടവറകളെ അവൾ തകർത്തെറിഞ്ഞു. മറിയം ഈശോയുടെ കാൽക്കൽ ഇരുന്നപ്പോൾ അവൾ ആന്തരികത നഷ്ടപ്പെട്ട ഒരു സാമൂഹിക നിയമത്തെ ചോദ്യം ചെയ്തു. സമൂഹം എന്തു പറയും, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കടമ അടുക്കളയിലല്ലേ എന്ന യഹൂദ പാരമ്പര്യത്തിലെ ചോദ്യങ്ങളെയെല്ലാം അവൾ നിശബ്ദമായി നേരിട്ടു. ദൈവത്തിലേക്ക് അടുക്കുന്നതിനും നല്ലത് തിരഞ്ഞെടുക്കുന്നതിനും ഇന്ന് സമൂഹം നമ്മുടെ മുൻപിൽ പല വിലക്കുകളും അദൃശ്യമായ ചുവരുകളും തീർക്കാറുണ്ട്. ലോകത്തിൻ്റെ വഴി ഉപേക്ഷിച്ച് മിശിഹായുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നമുക്കും ഉണ്ടായേക്കാം. എന്നാൽ ആത്മീയമായ ഉൾക്കരുത്തോടെ ആ വിലക്കുകളെ അഭിമുഖീകരിക്കാൻ മറിയം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ മർത്താൻ ചെയ്തത് തെറ്റായ കാര്യമല്ല. അതിഥി സൽക്കാരം യഹൂദരുടെ വലിയൊരു പുണ്യമാണ്. എന്നാൽ അവൾ പഴയ യഹൂദ മനസ്ഥിതിയിൽ തന്നെ തളച്ചിടപ്പെട്ടു എന്നുള്ളതാണ് അവളുടെ പ്രശ്നം. സമൂഹം തനിക്കേൽപ്പിച്ച അടുക്കളപ്പണി എന്ന കടമയിൽ മാത്രം അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത് സാക്ഷാൽ ദൈവപുത്രനാണെന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ട് ബാഹ്യമായ ചടങ്ങുകൾക്ക് അവൾ മുൻഗണന നൽകി. ആ അമിതമായ ആകുലത അവളിലെ നന്മയെയും സന്തോഷത്തെയും കളഞ്ഞുകുളിച്ചു. അമിതമായ ആകുലതകൾ അവളുടെ ഉള്ളിലെ സ്നേഹത്തെ കെടുത്തിക്കളഞ്ഞു. അവൾ മറിയത്തെ, അതായത് സ്വന്തം സഹോദരിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ബാഹ്യമായ ചടങ്ങുകളുടെയും വിഭവങ്ങളുടെയും ആധിക്യം അവളുടെ ആന്തരിക സമാധാനം അവൾക്ക് നഷ്ടപ്പെടുത്തി. പലപ്പോഴും നമ്മളും മർത്തായെപ്പോലെ ആകാറുണ്ട്. ആചാരങ്ങളിലും ബാഹ്യമായ പ്രകടനങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നാം ചെയ്യുന്ന നന്മകളുടെ ആത്മീയ ചൈതന്യവും സന്തോഷവും നമുക്ക് നഷ്ടപ്പെടുകയാണ്. കടമകൾ ചെയ്യുമ്പോഴും ഉള്ളിൽ സ്നേഹത്തിന് പകരം ആകുലതയും മറ്റുള്ളവരോട് വിദ്വേഷവും തോന്നുന്നുവെങ്കിൽ നാം പഴയ മർത്തായുടെ മനസ്ഥിതിയിലാണ്. അവിടെ തന്നെ നമ്മൾ തുടരുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ജോലികളും നമ്മെ അസ്വസ്ഥരും ക്രോധമുള്ളവരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരുമാക്കുന്നുണ്ടെങ്കിൽ നാം ആത്മീയ നാശത്തിലാണെന്ന് തിരിച്ചറിയണം. ബാഹ്യമായ പ്രകടനങ്ങളെക്കാൾ പ്രധാനം ആന്തരികമായ സമാധാനമാണ്. വിഭവങ്ങളുടെ വൈവിധ്യങ്ങളെക്കാൾ പ്രധാനം ദൈവസാന്നിധ്യത്തിൻ്റെ ലാളിത്യമാണ് എന്നുള്ള സത്യം ഇന്ന് ഈ സംഭവത്തിലൂടെ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സമൂഹം നിശ്ചയിച്ച തെറ്റായ വിലക്കുകളെയും മുൻവിധികളെയും മറികടന്ന് മറിയം നല്ല പങ്ക് തെരഞ്ഞെടുത്തു. കാരണം അവൾക്ക് ബാഹ്യമായ നിയമങ്ങളെക്കാൾ വലുത് ദൈവത്തോടുള്ള വിശ്വസ്തതയായിരുന്നു. നമ്മുടെ ജീവിതവും മനോഹരമാകണമെങ്കിൽ ലോകത്തിൻ്റെ ആകുലതകളും ചുറ്റുപാടുകൾ തീർക്കുന്ന തടവറകളും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ ധീരമായി അതിനെ അതിജീവിച്ച് മിശിഹായുടെ വചനത്തിന് മുൻഗണന നൽകാൻ നമുക്ക് കഴിയണം. അപ്പോൾ നാം ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ദൈവത്തിൻ്റെ വലിയ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മാറും. യഹൂദ പാരമ്പര്യത്തിലെ അതിഥി സൽക്കാരത്തിൻ്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് മർത്ത കാണിച്ച വിശ്വസ്തതയും അക്കാലത്തെ പശ്ചാത്തലങ്ങളെ മറികടന്ന് ദൈവവചനം ശ്രവിക്കാൻ മറിയം കാണിച്ച ആത്മീയ ദാഹവും ഒരുപോലെ ആധുനിക ലോകത്തിന് മാതൃകയാണ്. നമുക്കും റൂത്തിനെ പോലെ വിഗ്രഹങ്ങളുടെ മൊവാബിൽ നിന്നും ബേത്ലഹേമിലേക്ക് മടങ്ങാം. പ്രഭാഷകൻ്റെ വചനം പോലെ ദൈവിക ജ്ഞാനത്തിൽ ശരണപ്പെടാം. റോമാലേഖനം ഓർമ്മിപ്പിക്കുന്നത് പോലെ വിവേകത്തോടെ ചിന്തിക്കാം. ഒപ്പം മറിയത്തെ പോലെ ലോകത്തിൻ്റെ ഭയങ്ങളെ അതിജീവിച്ച് നല്ല പങ്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ കരങ്ങൾ മർത്തായുടേതുപോലെ വിശ്വസ്തതയോടെ പണി ചെയ്യട്ടെ. നമ്മുടെ ഹൃദയം മറിയത്തിൻ്റേതുപോലെ വചനത്തിൻ്റെ തിരുമുൻപിൽ അമർന്നിരിക്കട്ടെ. ആചാരങ്ങളുടെ ബാഹ്യമായ ചട്ടക്കൂടുകളിൽ
ആത്മാവിനെ നഷ്ടപ്പെടുത്താതെയും അനാവശ്യമായ ആകുലതകളെ വലിച്ചെറിഞ്ഞും നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ നമുക്ക് കർമ്മനിരതരാകാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.